അർജുൻ അർജുൻ ഒന്ന് വേഗം വാടാ. നേരം വൈകിയ ട്യൂഷൻ സാറിന്ന് പുറത്ത് ജോലിനോണ്ട് ഗ്രാഫിക്സ് വർക്ക് നടത്തും. അതിപ്പോ നേരത്തെ ചെന്നാലും ചെന്നില്ല അങ്ങേര് നമ്മളെ തല്ലും. തല്ലിയില്ലെങ്കിൽ അങ്ങേർക്കും തല്ലുകൊണ്ടിരുന്ന നമുക്കൊരു സമാധാനം കിട്ടാത്ത പോലെ. അല്ല നമ്മുടെ വിധി. നീ നടക്ക്. ഗൾഫിൽ വന്നോ? രാത്രി കൊള്ളാലോടാ. ആണെങ്കിൽ ഹീറോ ഫാനാ. അച്ഛനൊക്കെ പഠിക്കുന്ന ഇതായിരുന്നു നമ്പർ 1 ഫാനാ. അത് തെളിയില്ല, അത് നട്ടിന് കളിക്കുന്ന ഫാനിയാ. നട്ടിനും കയ്യില്ല ഒന്ന് പറഞ്ഞിട്ട് അച്ഛൻ നട്ടിന് ഇറച്ച് തന്നില്ല. എന്തായാലും നല്ല ഫാനാണ്. തറവാട്ടുണ്ട്. എന്റെ ഭാഗ്യം അച്ഛൻ ഗൾഫിലായത്. നീയാടാ ഭാഗ്യവാൻ. അച്ഛൻ നാട്ടിലായതുകൊണ്ട് ദിവസം അച്ഛനെ കാണാലോ. ഫോട്ടോ എടുക്കുന്ന നമുക്ക് അമ്പലത്തിൽ നിന്ന് കയറാം. ദേമേ ട്യൂഷൻ സാറിന് തല്ലല്ലേ? കല്യാണം എനിക്കല്ലേ. സാറിന്റെ ചൂരല് കാണാണ്ട് പോണേ. നിന്റെ മുത്തച്ഛൻ വരുന്നേ. എന്താ രണ്ടാളും നല്ല പ്രാർത്ഥനയിലാണല്ലോ. ട്യൂഷൻ സാർ തല്ലല്ലേന്ന് പ്രാർത്ഥിക്കാവും. മുത്തച്ഛ ചില്ലറ 2 രൂപ തരുമോ? എന്തിനാ? മുട്ടായി മേടിക്കാനാ? ഒരു ചെറിയ കൈക്കൊള്ളിക്ക. നമ്മള് ചെയ്യേണ്ട ചെയ്തു. ഇനി ദൈവത്തിന്റെ കയ്യിലാ. പഠിക്കണം. ശനിയും ഞായറായാലും കുട്ടികൾക്ക് ഒരു ഒടുപ്പില്ല. കാലഘട്ടം മാറി. ദൈവമേ ഇന്ന് തല്ല് കിട്ടല്ല ദൈവമേ, തല്ല് കിട്ടല്ല ദൈവമേ. ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഈ നേരം കൊണ്ട് പിന്നെ പഠിക്കണം. എല്ലാരും പറഞ്ഞൊക്കെ പഠിച്ചു കൊണ്ടുണ്ടല്ലോ അല്ലേ? അതവിടെ ഇരിക്കട്ടെ. ഇന്ന് നമുക്ക് പതിവിൽ നിന്നും മാറി കുറച്ച് ജനറൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം. ദൈവമേ എന്തൊട്ടാണാവോ ജനറല്? എല്ലാവരുടെ വീട്ടിലും പത്രം വരുത്തുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ എല്ലാവരും പത്രം വായിക്കണം. പത്രത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുത്തുന്ന പത്രത്തിന്റെ പേരൊക്കെ ഒന്ന് എഴുതി വെക്കേ. അഭിഷേക് കുമാറെ, ഈ നിസ്സാര കാര്യം നീ കോപ്പി അടിച്ച് നിന്റെ കണ്ണി അടിച്ചു പൊട്ടിക്കും. മര്യാദയ്ക്ക് സ്വന്തം ബുക്കിൽ നോക്കിയിട്ട് എഴുതറ. മതി മതി, ഞാൻ എഴുതിയത് കൊണ്ട് കൊണ്ടുപോവാ. ഇതെന്താണത്? മലയാള മനോരമയാ? മലയാള മനോരമ. ഞാൻ ഒരു ശരിക്കും എഴുതണം. എന്താണത്? മോശമാനി അല്ല, ദേശാഭിമാനി. കോപ്പി അടിച്ചാൽ നേരെ എഴുതി കൂടെ. പോയി ശരിക്കരുത്. വട്ടച്ചെമ്പ്. ഇത് ഏത് രാജ്യത്തെ പത്രാടാ? സാർ എഴുതാൻ പറഞ്ഞത് എന്റെ വീട്ടിലത്തെ പാത്രത്തിന്റെ പേരല്ലേ? എന്റെ വീട്ടിലെ പാത്രത്തിന്റെ പേരാണ് സാർ വട്ടച്ചെമ്പ്.
എടാ പാത്രല്ല പത്രം, വർത്തമാന പത്രം. നീ മാത്രം എങ്ങനെയാണ് പത്രത്തിന് പാത്രം എന്ന് കേട്ടെ? പോടാ. നാളെ വരുമ്പോ എല്ലാ പത്രത്തിന്റെ പേര് എഴുതി വരണം. അർജുൻ, നീ പോയിട്ട് ആ ഗോവിന്ദ മാഷ എന്നാ പുസ്തകം വാങ്ങിയിട്ട് വാ. ഏത് പുസ്തകം സാർ? നീ അങ്ങോട്ട് ചെന്നാ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാഷ് തരും. നിങ്ങളെല്ലാവരും ഞാൻ ഇന്നലെ പഠിക്കാൻ പറഞ്ഞ് വായിച്ചു നോക്കി. വന്നാൽ ഉടനെ ചോദ്യം ചോദിക്കും. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്താ, സാറിന്റെ വടി ഓടിയും. അതന്നെ. വടിയൊടിയുന്നോ? അതെങ്ങനെ? നമ്മളെ തല്ലിയിട്ട്. അയ്യോ. ഇംഗ്ലീഷ് ബുക്ക് വായനശാലയിലെ. എന്റെ അച്ഛനൊന്ന് ഹീറോ പേന കാണാനില്ലയോ? നീ കണ്ടോ? ഇല്ലടാ. എന്താടാ നിന്റെ പേന കാണാനില്ലേ? എന്താണ് അവിടെ? സാറേ, അവന്റെ ഹീറോ പേന കാണാനില്ല. ഹീറോ പേനയാ? അതവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ശരിക്കും നോക്ക്. നോക്കി സാർ. നീ ശരിക്കും നോക്കിയോ? ഞാനൊന്നും കൊടുത്തിട്ടില്ല. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കടാ. എടുത്ത ആരാച്ച മര്യാദക്ക് തിരിച്ചു കൊടുത്തു. ഞാനായിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് കണ്ടെടുത്താ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അർജുൻ, നീ എല്ലാവരുടെയും ബാഗ് പരിശോധിക്കേ. ബാഗിലില്ല സാർ. നീ അനന്തുവിന്റെ ബാഗ് നോക്കിയില്ലല്ലോ, അതും കൂടി നോക്ക്. അനന്തുവിന്റെ ബാഗിലുണ്ടോ പേന? ഇല്ല സാർ, എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത്. ഞാൻ പേന വീട്ടിൽ വെച്ചിട്ടാ വന്നത്. നീ എന്താണ് വിചാരിച്ചേ? നീ കാരണം കൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ കള്ളന്മാരായില്ലേ? ഓരോ ന്യായങ്ങൾ ഓരോന്നിന് ഒക്കെ ഇവിടുന്ന്. ഇന്ന് ഇവിടെ ആർക്കും ട്യൂഷൻ ഇല്ല.
പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കളിച്ചിട്ട് പോവാം. വീട്ടിൽ ചെന്ന കളിക്കാനേ വിടില്ല. നീ എന്തിനാടാ എനിക്ക് വേണ്ടി തല്ലും മുഴുവനും കൊണ്ടത്? നിനക്ക് പറയാറുന്നില്ലേ ഞാനാ അതിനടുത്തേന്ന്? എന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലടാ, നിന്നെ തല്ലു കളിക്കാൻ എനിക്ക് പറ്റോ? പറയണ്ട, നിനക്കാണെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നില്ലേ? ആരുടെ ഒരു സാധനവും ചോദിക്കാതെ എടുക്കരുതെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്.